യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശ്രീ അബിൻ വർക്കി കൂടി ചേരുന്നു. അബിൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു യൂത്ത് കോൺഗ്രസ് ആയാലും മറ്റും മുകേഷിന്റെ രാജി, വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ വ്യക്തമായ തീരുമാനം വരുന്നില്ല. ഇന്നലെ സംസാരിച്ച LDF കൺവീനർ ആകട്ടെ മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള അദ്ദേഹം പറഞ്ഞത് 2 കോൺഗ്രസ് MLA-മാരും ആരോപണ നിഴലിലുണ്ടല്ലോ, അവർ രാജിവെക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്നുള്ള നിലയിലാണ്. എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ CPM-ന്റെ നിലപാടിനെ? അബിൻ ഇല്ല, അബിൻ വർക്കി ടെലിഫോൺ ലൈൻ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി നടക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അബിൻ കേൾക്കാമോ? കേൾക്കാം. ഒന്ന് പറയാമോ? എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഹലോ, എന്റെ ചോദ്യം കേട്ടിരുന്നോ? കേട്ടിരുന്നു. പറയൂ. അതായത് ഇത് തുടക്കം മുതലേ CPM നടത്തിവരുന്ന ഒളിച്ചുകളിയുടെ അവസാനത്തെ ഭാഗം മാത്രമാണ് ഇപ്പോൾ CM മുകേഷിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാത്തതിന്റെ കാരണങ്ങളിൽ ഒന്ന് CM മുകേഷ് ആണ് എന്നുള്ളത് ഇപ്പോൾ പരസ്യമായി വെളിവായിട്ടിരിക്കുകയാണ്. ഇവിടെ CM മുകേഷിനെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുള്ള ഒരു ആവശ്യം വന്നിട്ട് ആ ആവശ്യത്തിന്മേൽ നടപടിയെടുക്കാതെ കുറെ ദിവസം വൈകിപ്പിച്ച അവസാനം നമ്മൾ വളരെ കൃത്യമായ സമരമുഖത്തിലൂടെയാണ് ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ പോലും നടന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കണമെന്നുള്ള കോൺഗ്രസിന്റെയും UDF-ന്റെയും ആവശ്യം, ആ സമരത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ M മുകേഷ് രാജിവെക്കേണ്ടത്, ധാർമ്മികമായി ഇപ്പോൾ രാജിവെക്കേണ്ടതും, തുടർന്ന് ഈ ചാർജ് ഷീറ്റിൽ പേര് വന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്താക്കേണ്ടതുമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ധാർമ്മികതയുടെ പേരിൽ M മുകേഷ് ഇപ്പോൾ തന്നെ രാജിവെക്കേണ്ടതാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഗണേഷ് കുമാറിനെതിരെ പരാതി വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ രാജി മേടിക്കുകയുണ്ടായി. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു അന്വേഷണം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയുകയുണ്ടായി. ഇങ്ങനെയുള്ള പ്രീസിഡൻസ് ഇവിടെയുള്ള സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെതിരെ ഇവിടെ ആരോപണമുണ്ട്. പക്ഷേ അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. M മുകേഷിനെതിരെ ആരോപണമുണ്ട്, അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഒരു MLA ആയി തുടർന്നുകൊണ്ട്, ഒരു ഭരണപക്ഷ MLA ആയി തുടർന്നുകൊണ്ട്, ഇപ്പോൾ പ്രതിപക്ഷത്തെ MLA-മാർ തുടരുമ്പോൾ ഭരണപക്ഷം ഒരു കാരണവശാലും അതിനൊരു ആനുകൂല്യവും കൊടുക്കില്ല. പക്ഷേ ഭരണപക്ഷത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA അദ്ദേഹത്തിന്റെ ഒരു ഭരണം ഇവിടെ തുടരുമ്പോൾ, അദ്ദേഹത്തിന്റെ ആ ഭരണത്തിന്മേൽ ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് കൃത്യമായി നിഷ്പക്ഷമായ ഒരു അന്വേഷണം ആകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ധാർമ്മികതയുടെ പേരിൽ ഇപ്പോൾ രാജിവെക്കേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ചാർജ് ഷീറ്റിൽ പേരുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പുറത്താക്കേണ്ടതുണ്ട്. അബിൻ വർക്കിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് അടക്കം ഈ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് വലിയ ആവശ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. BJP-യും സമാനമായി തന്നെ മുകേഷ് രാജിവെക്കണം എന്ന പക്ഷക്കാർ തന്നെയാണ്. അത്തരത്തിലാണ് തീരുമാനങ്ങൾ എന്നാണ്. പക്ഷേ CPM-ന് ഈ വിഷയത്തിൽ